ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഉപയോഗിക്കുന്ന ദൈവദാസിമാരുടെ ഒക്കെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ കാണും. അതൊന്നും ആരും പുറത്തു പറയത്തില്ല. നമ്മുടെ പുറമേയുള്ള ശുശ്രൂഷയിൽ പറയാത്ത ഒരുപാട് വേദനകൾ അകത്ത് കാണും. അത് എല്ലാവരുടെയും മുമ്പിൽ പറയാനൊക്കത്തില്ല. എല്ലാവരോടും പറഞ്ഞാൽ അത് ചിലപ്പോൾ മനസ്സിലാകണമെന്നുമില്ല. പക്ഷേ നമ്മൾ ചിരിക്കുന്ന മുഖവുമായിട്ടൊക്കെ മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില വേദനകൾ കർത്താവ് കാണുന്നുണ്ട്. വളരെ വേദനാജനകമായ അനുഭവങ്ങളാണെങ്കിലും അതിന്റെ നടുവിലും ദൈവജനത്തെ ദൈവം പരിപാലിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ വലിപ്പച്ചെറുപ്പങ്ങൾ ദൈവത്തിന് വിഷയമല്ല. ആരും ആരെക്കാളും ചെറുതല്ല. ഒരാള് വേദി പ്രസംഗിക്കുന്നു, അറിയപ്പെടുന്നു, മറ്റൊരാളെ അറിയുന്നില്ല. പക്ഷെ നിത്യതയിൽ ചെല്ലുമ്പം ഇവിടെ അറിയപ്പെടാത്തവരായിരിക്കും അവിടെ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് രഹസ്യമായി പ്രാർത്ഥനാമുറികളിൽ നിന്ന് കരഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ സുവിശേഷത്തിന് വേണ്ടി വിട്ടുകൊടുത്ത, എറിഞ്ഞുകൊടുത്ത അനുഗ്രഹീതരായ മാതാക്കൾ നമ്മുടെ കേരളക്കരയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരുടെ എല്ലാം പിൻപിൽ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതരായ അമ്മമാരുണ്ട്. എനിക്കറിയാം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന അവരൊന്നും പ്രസിദ്ധരൊന്നുമല്ല, പക്ഷെ അവരെയൊക്കെ അറിയുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്തോ അതിനകത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കുക. മറ്റുള്ളവർ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ലെന്നേ. കർത്താവ് ഏൽപ്പിച്ച വചനമുണ്ടോ, നിനക്ക് പറയാനൊരു പ്രാർത്ഥനാ മുറിയുണ്ടോ? കീറിയതാണെങ്കിലും ഒരു പായിടുന്ന ഒരു പ്രാർത്ഥനാ മുറിയുണ്ടോ? നിന്റെ ഏറ്റവും പ്രതിസന്ധിയുടെ സമയത്ത് കട്ടിലിന്റെ താഴേക്ക് ഇറങ്ങി മുട്ടുകുത്താൻ ഒരു പായുണ്ടോ? ഉണ്ടെങ്കിൽ നീയാണ് വിജയിക്കുന്ന വ്യക്തി. ഈ കണ്ണുനീരും പ്രാർത്ഥനയും ഉള്ള ഒരു സഹോദരിയെ ദൈവത്തിന് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. എത്ര വൈകിയെന്ന് തോന്നിയാലും ദൈവം അവളെ മുമ്പിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പൊ അതിനെ ഒരുപാട് അപവാദങ്ങൾ വരും. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നിരാശയോടെ ഞാൻ നീ പ്രസംഗിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം പ്രതികൂലം കൂടുമ്പോ, മോശമായി പറയുമ്പോ കുറച്ചുകൂടെ നമ്മുടെ പരസ്യം അവര് കൊടുക്കട്ടെ, നമ്മൾ കൊടുക്കണ്ട. ഇതായിരുന്നു എന്നെ എൻകറേജ് ചെയ്ത വാക്കുകൾ. അതുകൊണ്ട് നമ്മളെ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് എന്തെങ്കിലും ഉണ്ടോ അത് ചോദിക്കണം കർത്താവിനോട്. കർത്താവ്, എനിക്ക് മാത്രമായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചിലതുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. അതിന് മറ്റൊരാളെ കൂട്ടുപിടിക്കണമെന്നില്ല. മറ്റൊരാൾ അതിന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് ദൈവം ഒരു ഏരിയ തന്നിട്ടുണ്ട്. ആ ഏരിയയിൽ നിങ്ങൾ മാത്രമേ പ്രയോജനപ്പെടൂ. മറ്റൊരാളെ അവിടെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയില്ല. നിന്റെ ഡ്യൂട്ടി നീ തിരിച്ചറിയണം. തൊട്ടയൽവക്കത്തെ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്ഥിരമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കിനകത്ത് സ്വർഗം ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. അതാ നമ്മൾ മനസ്സിലാക്കണം. ആ വരുന്നവരുടെ ഹൃദയത്തിന്റെ വേദന തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ മാത്രമേ സുവിശേഷീകരണം എന്ന ദൗത്യം നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മളെ ദൗത്യമേൽപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യുമെന്നൊരു തീരുമാനം എടുക്കണം. ആയുസ് എത്ര ഉണ്ടെന്ന് അറിയില്ല. ആരോഗ്യമുള്ളവർ പോലും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ആയുസ്സോടെ നിർത്തിയത് അല്പം കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനാ. നമ്മളെ ദൈവം അതിനെ സഹായിക്കട്ടെ. ഇന്ന് ഈ വൈകുന്നേരത്തുള്ള ചിന്തയിൽ വേഗത്തിൽ ഞാൻ ഒരു വാക്യത്തിലേക്ക് വരുന്നു. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 2 പത്രോസ് 3:18. ഹല്ലേലൂയ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പോസ്തലനായ പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, കടൽ മുക്കുവനായ മീൻപിടുത്തക്കാരനായ മനുഷ്യരെ പിടിക്കുന്നവരാക്കിയപ്പോൾ അദ്ദേഹം 2 ലേഖനം എഴുതി. ഡിഗ്രി ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ ദൈവം മനുഷ്യരെ പിടിക്കാനാക്കിയപ്പോൾ 2 ലേഖനങ്ങൾ എഴുതാൻ പറ്റിയെങ്കിൽ വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, മാന്യതയുള്ള സഹോദരിമാരെ, നിങ്ങളെ കൊണ്ട് ദൈവം എന്തെല്ലാം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. അതെന്നാന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടാഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ മൗനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അകത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊരു ചിന്ത ഉണ്ടാകണം. ഇതുവരെ ദൈവം നടത്തിയ വഴികൾ നിങ്ങളുടെ കാലത്തോടുകൂടി തീരുകയല്ലേ?
നിങ്ങൾക്ക് മാത്രമായി വറ്റിയ യോർദാൻ മറ്റൊരാൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് മാത്രമായി പിളർന്ന ചെങ്കടൽ മറ്റൊരാൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മാത്രമായി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മറ്റൊരാൾ അറിഞ്ഞിട്ടുണ്ടോ? ഇത് തലമുറ അറിയണ്ടേ? പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു, ജനമക്കരെ കടന്നു, തീർന്നു. അതോടുകൂടി സംഭവം തീർന്നു. പക്ഷേ യോശുവയുടെ ദൈവം പറഞ്ഞു, നീ അങ്ങോട്ട് തിരിച്ചിറങ്ങിക്കേ. ഈ പെട്ടകം ചുമന്നവരുടെ കാല് താങ്ങി നിർത്തിയ ചില കല്ലുകൾ ആ കടൽ അതിനകത്ത് കിടപ്പുണ്ട്, യോർദാനകത്ത്. ഒരിക്കൽ പോലും സൂര്യനെ കണ്ടിട്ടില്ലാത്ത കല്ലുകളാവർ. അവരവിടെ കിടന്നതുകൊണ്ടാ നിങ്ങൾ അവിടെ ധൈര്യത്തോടെ പെട്ടകം ചുമന്ന് കാലുറപ്പിച്ച് നിർന്നു. ലോകം അവരെ കണ്ടിട്ടില്ല, പക്ഷെ അത് പെറുക്കണം. അത് പെറുക്കി നിന്റെ ഷോക്കേസിൽ കൊണ്ടുവയ്ക്കും. കുറച്ചാള് കഴിയുമ്പം യോർദാനോ എന്ന് നമ്മൾ പറയും, പക്ഷെ പിള്ളേർ ചോദിക്കും, ഈ കല്ല് എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? ഈ കല്ലിന്റെ പുറകിലൊരു കഥയുണ്ട്. ഇങ്ങനെ പെറുക്കി വെച്ച ചില കല്ലുകൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണം. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റാരും അറിയാത്ത ചില സംഭവങ്ങൾ, വേദനയുടെ നടുവിൽ ദൈവം ഇറങ്ങി നിന്ന് അത്ഭുതം പ്രവർത്തിച്ചതിന്റെ ഓർമ്മയ്ക്കായി ചില കല്ലുകൾ നിങ്ങളുടെ വീടിനകത്തുണ്ടാകണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് പറയാൻ എന്തെങ്കിലും ഉണ്ടാവൂ. നാം വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിച്ചു, വേദന സഹിച്ചു, ഇറങ്ങിത്തിരിച്ചു. പക്ഷെ നമ്മുടെ തലമുറയ്ക്ക് അറിയാമോ നമ്മൾ എന്ത് സഹിച്ചു എന്നുള്ളത്? ഓർമ്മ വരുന്ന സംഭവമൊക്കെ കുറിച്ചു വെക്കണം. അതിലൂടെ ഒരു ഊർജം മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. നിങ്ങളിൽ ദൈവം ഏൽപ്പിച്ച താലന്തുകളെ തിരിച്ചറിയണം. നിനക്ക് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അറിയാം ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്ത് എന്താണ്. അത് ഏറ്റെടുക്കാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ മടങ്ങി വരുന്നു. അപ്പൊ അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2 ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം ചിതറിപ്പാർക്കുന്ന വൃതന്മാരും വിശുദ്ധന്മാരുമായവർക്ക് എഴുതും. അവരുടെ കഷ്ടങ്ങളുടെ നടുവിൽ അവർ പിന്തിരിഞ്ഞു പോകുമെന്ന് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ് ഒന്നാമത്തെ ലേഖനം. എന്നാൽ രണ്ടാമത്തെ ലേഖനം ദുരുപദേശങ്ങളുടെ നടുവിൽ ജനം വല്ലാതെ വീർപ്പുമുട്ടുക, ദുരുപദേശങ്ങൾ കേട്ട് തെറ്റിപ്പോകുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ജനത്തെ ഉറപ്പിച്ചു നിർത്താൻ അപ്പോസ്തലനായ പത്രോസ് എഴുതിയതാണ് രണ്ടാമത്തെ ലേഖനം. ഈ രണ്ടാമത്തെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, കൃപയിൽ ഒരു വളർച്ച വേണം, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരണം. കൃപയിലും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരണം. കൃപ എന്ന് പറഞ്ഞത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതാണ്. കൃപ പകരുന്നത് ദൈവമാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നാണ് പരിജ്ഞാനം ഉണ്ടാകേണ്ടത്. പരിജ്ഞാനമില്ലെങ്കിൽ നമ്മൾ എത്ര വളർന്നെന്ന് പറഞ്ഞാൽ അത് വളർച്ചയായിട്ട് അംഗീകരിക്കാൻ പറ്റിയ. പരിജ്ഞാനം കൂടുമ്പോഴാ വേറെ പ്രശ്നങ്ങളുണ്ട്, അത് പോട്ടെ, അങ്ങോട്ട് പോകുന്നില്ല ഞാൻ. പക്ഷെ പരിജ്ഞാനം ഇല്ലാതെ വന്നാൽ വളർച്ചയിൽ പല പ്രശ്നങ്ങളുണ്ട്. ഈ വേദപുസ്തകത്തിൽ നമ്മളെ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞൊരു മോശമായ വാക്കുണ്ട്. അത് 2 തിമോത്തിയോസ് 3:7 പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ എന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടൂ. എന്തുകൊണ്ടാ? പരിജ്ഞാനമില്ലാത്തവരെയാ പെണ്ണുങ്ങളെന്ന് വിളിക്കും. നമ്മൾ ആ പദവിയിൽ നിന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് മേളിലോട്ട് വരണം. വേദപുസ്തകം പഠിച്ചു വരുമ്പോ അതിനകത്ത് മനസ്സിലാകുന്ന സ്ത്രീകളുണ്ട്. സ്ത്രീകൾ സാധാരണ ലോകക്കാരായ സ്ത്രീകൾ. അവരിൽ നിന്നും അല്പം കൂടെ മേലോട്ട് വരുമ്പോൾ വിശുദ്ധ സ്ത്രീകളുണ്ട്. അവിടെ നിന്നും അല്പം കൂടെ വരുമ്പോ സ്ത്രീ രത്നങ്ങളുണ്ട്. അപ്പൊ ഈ പെണ്ണുങ്ങളായിരുന്നവരെ ദൈവം ആഗ്രഹിക്കുന്ന സ്ത്രീ രത്നങ്ങളാകണമെന്ന്. സ്ത്രീ രത്നങ്ങൾ എന്ന് പറഞ്ഞ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ചിലതായി മാറും. നാം ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടിയാകുമ്പോൾ നമ്മെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് അറിയാം. ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുക. നമ്മളത് വളരാൻ ശ്രമിച്ചാലേ വളരാൻ പറ്റുള്ളൂ. ആരെന്നെ വളർത്താൻ ശ്രമിച്ചാലും ഞാൻ വളരെയേറെന്ന് പറഞ്ഞാലും, പക്ഷെ ഇതിന്റെ നടുവിൽ ഉയർത്താൻ ആളില്ലെങ്കിലും വളരാൻ ശ്രമിച്ചാൽ ദൈവം നിന്നെ വളർത്തും. ദൈവം നിന്നെ വളർത്തും. പരിശുദ്ധാത്മാവിന്ന് പറയുന്നു, വളർച്ചയ്ക്കൊരാഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ. അപ്പൊ കൃപ മേളിൽ നിന്ന് വരുന്നു, പരിജ്ഞാനം നമ്മിൽ നിന്ന് പൊങ്ങണം. രണ്ടിനെ കുറിച്ച് മുഴുവൻ പറയാൻ സമയമില്ല, ചുരുക്കി പറഞ്ഞു നിർത്താം. ഒന്ന്, കൃപ. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം, 2-ാം അധ്യായത്തില് ഒരു വാക്യമുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അല്ലെ? ദൂതൻ വന്ന് മറിയയോട് പറയുന്ന ഒരു വാക്യം. 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു. അകത്ത്. ആ വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട്.
അകത്ത് ചെല്ലുന്ന ഒരാളെ ഉള്ളത് കർത്താവാ. ദൈവം അയച്ചവർ മാത്രമേ അകത്ത് വരുള്ളൂ. ഇന്ന് മനസ്സിന്റെ വേദനയോടെ വന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, പുറത്തു നിന്ന് ടാറ്റ പറഞ്ഞിട്ട് പോകാനല്ല, ഇന്ന് അകത്ത് വരിക. അകത്ത്, യെസ്, ചിലരുടെ അകത്ത് ദൈവം ഒരു സ്പർശനം അയക്കുന്നു. മറ്റാർക്കും കടന്നു വന്ന് സഹായിക്കാൻ കഴിയാത്തൊരു മേഖലയിൽ നീ സ്റ്റക്കായിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ആർക്കും വന്ന് വിടുവിപ്പാൻ കഴിയാത്ത നിലയിൽ നീ അകത്തളങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനുള്ള ദൂത്, നീ ഇരിക്കുന്ന മുറിക്കകത്തു വരാൻ അവന് കഴിയും. വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, മറ്റാർക്കും വരാൻ കഴിയാത്ത അകത്തളങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ അനുഭവിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കും. മറ്റൊരാളും വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത മേഖലകളില്ലേ? ശിഷ്യന്മാരോട് കർത്താവ് പോണതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന്. നിന്റെ അടുക്കൽ ചേർന്നു വരാൻ കഴിവുള്ള ഒരു കർത്താവിനെ ഞാൻ ഇവിടെ ഉയർത്തുകയാണ്. എന്റെ വേദനയുടെ ആഴത്തിൽ കർത്താവേ എന്ന് പറഞ്ഞ് കരയാൻ പോലും വയ്യാതെ ദീർഘശ്വാസം വിടുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിമിത്തം വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തന്റെ സാന്നിധ്യം ഇരിക്കുന്ന മുറിക്കകത്ത് വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ പറയുക. അകത്ത് ചെന്നിട്ട് അവളോട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ മുകളിൽ നിന്ന് ലഭിക്കുന്ന സ്ത്രീയാണവൾ. എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ ദൈവകൃപയാണ് ഇവൾക്ക് ലഭിച്ച യേശുക്രിസ്തുവാകുന്ന കൃപ. ഇനി ഞാൻ ഊതിന്റെ ആഴത്തിലേക്ക് കടക്കാം. കൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സന്തോഷം എന്നാന്നറിയോ? മറിയ ഇന്നും ഭാഗ്യവതി എന്ന് വിളിക്കുന്നയാളാ. അപ്പം ഭാഗ്യവതിയാവാൻ ഒരു കൃപ ലഭിച്ചു. പക്ഷേ ഈ ലഭിച്ച കൃപയ്ക്കകത്തൊരു പാക്കേജ് ഉണ്ട്. പാക്കേജ് അത് ഇച്ചിരി കടുപ്പാ. ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലം നിങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അതിനകത്ത് നിങ്ങളെ നിർത്താൻ പറ്റിയല്ല. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ അറ്റത്തോട്ട് എനിക്കും വരാനൊക്കെ. ഓരോരുത്തർക്കും ഓരോ പാക്കേജ് ഉണ്ട്. ആ വിളിയിൽ അത് വെച്ചിരിക്കുക, അത് സഹിച്ചേ പറ്റൂ. ഇസ്രായേൽ കാണാൻ പോകുന്നവർക്കറിയാം, ഈ യോർദാനിൽ ഇറങ്ങി അങ്ങോട്ട് യാത്രയിലെ അമ്മാനിൽ ഇറങ്ങി ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഈ ഇസ്രായേലിന്റെ അതിർത്തിയിലോട്ട് കയറുന്ന ഒരു സ്ഥലമാണ്. പോയിട്ടുള്ളവർക്കറിയാം. അവിടെ മറ്റേ രാജ്യത്ത് നിന്ന് ഇസ്രായേലിലോട്ട് കയറുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് മേടിച്ച്, പാസ്പോർട്ടിനകത്ത് വിസ അടിക്കത്തില്ല, പിന്നെ വേറെ കുമ്പാനക്കൊത്തിനകത്ത് അവിടെ കുറെ സമയം നടക്കണം. അപ്പൊ ഈ നമ്മൾ വലിയ പെട്ടിയൊക്കെ ആയിട്ടാ വരുന്നെങ്കിൽ ആ പെട്ടി വലിച്ചോണ്ട് നടന്നു വേണം ഇസ്രായേലിലോട്ട് കയറാൻ. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കയറി അവിടുത്തെ എയർപോർട്ടിൽ ചെന്നിറങ്ങി എല്ലാം കണ്ട് തിരിച്ചു വരുന്ന വരെയുള്ള ഫുൾ പാക്കേജിലാ കൊണ്ടുപോണേ. പക്ഷെ ഒരിക്കൽ പോലും അവര് പറഞ്ഞില്ല ഈ പെട്ടി വലിച്ചോണ്ട് പോകണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? പെട്ടി വലിച്ചോണ്ട് പോകുമ്പോഴാകുന്നത് 2 പെട്ടിയൊക്കെ ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ പിടിച്ചു വലിച്ച്, പ്രായമുള്ളവർക്ക് പോലും പറ്റൂല. അപ്പൊ അതെന്നാ പറയാഞ്ഞ്? അത് പറയല. യോസഫിന് കാണിച്ചത് കസേരയുടെ ദർശനമാ, പൊട്ടക്കുഴിയുടെ പാക്കേജ് കാണിച്ചില്ല. കാണിച്ച പോവിയ. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ കൃപയിൽ, നിനക്ക് ലഭിച്ച കൃപയ്ക്കകത്തൊരു പാക്കേജ് ഉണ്ട്. അത് നിനക്ക് മാത്രം സ്പെഷ്യലാണ്. അത് വേറൊരാളെ കൊണ്ട് ആ പാക്കേജ് ചുമക്കാൻ പറ്റില്ല. ദൈവദാസി, അത് സഹിച്ചേ പറ്റൂ. അവളുടെ വിളിയിൽ അവൾക്കത് സഹിക്കാൻ ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതാണ് കൃപയുടെ അർത്ഥം. നമ്മൾ വിചാരിക്കും, അയ്യോ മാതാവ് ഭാഗ്യവതിയായി, അതുകൊണ്ട് അത് നല്ലതാ. പക്ഷേ ആ ഘട്ടത്തിൽ അവൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ ഒരു കൃപ വേണം. നിങ്ങളുടെ വിളിക്കകത്തൊരു കൃപ പകർന്നിട്ടുണ്ട്. അതിനൊരു പാക്കേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് സ്ഥലത്ത് പാർക്കണമെന്നും എവിടെ പ്രവർത്തിക്കണമെന്നും ഏത് നിലയിൽ മുൻപോട്ട് പോകണമെന്നുമുള്ള പാക്കേജ് നിങ്ങളുടെ വിളിയുടെ അകത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആദ്യമേ എല്ലാം കൂടെ വെളിപ്പെടുത്തി തരികയല്ല. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നൽകിയ പാക്കേജ് വെച്ചു മാറാൻ പറ്റില്ല. മറിയയ്ക്കുള്ള കൃപയ്ക്കകത്ത് മറിയയ്ക്ക് ചില പ്രത്യേക പാക്കേജ് ഉണ്ട്. അത് സഹിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഞാനത് ചുരുക്കി പറയാം. 2-3 അനുഭവങ്ങൾ മാത്രം എടുത്തത് ചൂണ്ടിക്കാണിച്ചിട്ട് ബാക്കിയിലേക്ക് പോവാം. ഒന്ന്,
അവള് പോലും അറിയാതെ അവളുടെ ഭർത്താവ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൂതൻ ചിന്തിച്ച യോസഫിന്റെ അടുക്കൽ ആരോടും പറഞ്ഞില്ല, ആരോടും ഷെയർ ചെയ്തില്ല. പക്ഷേ ഇവളറിയാതെ ഇവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഇവൾ അറിഞ്ഞു കാണും. ആ സാഹചര്യത്തിൽ അവൾക്ക് നിൽക്കാൻ ഒരു പാക്കേജ് ആ കൃപയ്ക്കകത്തു. മരണം വരെ കൂടെ ജീവിച്ചോളാമെന്ന് പറഞ്ഞു വരുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വേദനയുടെ ആഴം വർദ്ധിക്കുമ്പോൾ അതിനകത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപ ദൈവം സഹോദരി നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. നീ വിചാരിക്കും അദ്ദേഹം എന്നെ മനസ്സിലാക്കും, അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യും, അദ്ദേഹം എന്നെ സഹായിക്കും. പക്ഷേ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ, തകർന്നു പോകാതെ നിൽക്കാനുള്ള ഒരു കൃപ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഇന്ന് പകൽ ധൈര്യപ്പെടണം. ജീവിതത്തിലെ അനുഭവങ്ങളിൽ അസാധാരണമായ ഒരു കൃപയുടെ വ്യാപാരം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, ഒരു മകൻ ഉണ്ടാകുമ്പോൾ ഒരമ്മയുടെ ആഗ്രഹം അവൻ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കണമെന്ന്. അവന്റെ ഒരു കരുതലും സ്നേഹവും ഒക്കെ നമ്മുടെ കൂടെ കാണുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ മറിയെ നോക്കി, തന്നെ സംരക്ഷിക്കേണ്ട പ്രായമായപ്പോൾ, തനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടേണ്ട പ്രായമായപ്പോൾ വീട് വിട്ടങ്ങ് പോയി. ഇടയ്ക്കൊന്ന് കാണാൻ ചെന്നാൽ പോലും സമയമില്ല. നമ്മളാണെങ്കിൽ അതിനെങ്ങനെ പ്രതികരിക്കും? കല്യാണം കഴിച്ചാണ് പിന്നെ പെണ്ണിന്റെ പേരെങ്കിലും പറയാം, അല്ലെങ്കിലോ അവള് കാരണമെന്ന് പറയാം. പക്ഷേ ആ മകന്റെ അകൽച്ച അവളെ ബാധിച്ചില്ല. ഞാൻ നിങ്ങളോട് സാധാരണ നിലയെ ചോദിക്കാം, അമ്മ വെളിയിൽ വന്ന് നിൽക്കുന്നെന്ന് വന്ന് പറയുമ്പോ മകൻ പറഞ്ഞ ഉത്തരം എന്നാ? എനിക്ക് അതിനനുസരിക്കുന്നവരാ അമ്മയപ്പനും. എന്റെ മോനെ അങ്ങനെ പറഞ്ഞ അതിന് എന്നാ പിന്നെ എന്തിനാടാ ഞാൻ പ്രസവിച്ച് വളർത്തി എന്തെങ്കിലും ചോദിക്കാൻ? ഒരക്ഷരം ആ സ്ത്രീ മിണ്ടിയില്ല. എന്തുകൊണ്ട്? അവളുടെ വിളിയിൽ, അവൾക്ക് ലഭിച്ച കൃപയിൽ അതുണ്ട്. അതിനുള്ള കൃപ അവൾക്ക് ലഭിച്ചു. നഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, വേദന സഹിക്കേണ്ടി വരുമ്പോൾ, അപവാദം സഹിക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളെ അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കാതെ വരുമ്പോൾ, തലമുറ നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ പരിഗണനകൾ വേണ്ടെന്ന് വെക്കുമ്പോൾ, സ്വത്തുക്കളുടെ സമ്പത്തുകളുടെ അപകാരം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹിക്കാനുള്ള ഒരു കൃപയും കൂടെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്നൊരു വെളിപ്പാടുണ്ടാകട്ടെ. മൂന്നാമത്തെ കാര്യം കൂടെ വേഗത്തിൽ പറയാം. ക്രൂശിന്റെ താഴെ ഒരമ്മ നിൽക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ അത്? നമ്മൾ പൊന്നുപോലെ വളർത്തി കൊണ്ടുവരുന്ന ഒരു കുഞ്ഞിന്റെ തൊണ്ടയിൽ ഒരു മുള്ളു പോയാലോ നമുക്ക് എന്നാ ടെൻഷനും വേദനയാ. ഒരമ്മയാണ് അവളും. ഒരുപാട് വേദനകൾ സഹിച്ച സ്ത്രീയാ. പക്ഷേ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അവളെ ഒന്ന് നോക്കിക്കേ. അവിടെ കിടന്ന് മാറത്തടിക്കുകയോ നിലവിളിക്കുകയോ വന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് കൊടുത്ത ദൂത് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ധ്യാനിച്ച് ഒരു വാൾ നിന്റെ ഉള്ളിലൂടെ കടക്കും, പ്രാണനിലൂടെ കടക്കുമെന്ന് പറഞ്ഞ വചനം പോലും ഏറ്റെടുത്ത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നൊരു സ്ത്രീയാണ് മറിയ. അതാണ് അവളുടെ കൃപയുടെ വ്യത്യാസം. നമ്മളാണെ മാറത്തടിച്ച് എന്ത് ബഹളം ഉണ്ടാക്കിയത്. പക്ഷെ ആ സ്ത്രീ വളരെ പക്വതയോടെ ആ കാര്യം കൈകാര്യം ചെയ്തു. നമുക്ക് തന്ന കൃപയിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു അഭിഷേകം ഇല്ലെന്ന് പറയരുത്. എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് മുൻപ് ഒന്നുകൂടെ ആലോചിക്കണം. പറ്റില്ലേ? ബാബേലിന് പിടിച്ചുകൊണ്ട് വന്ന ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ ഇടയിൽ 4 പേർക്ക് മാത്രമേ പ്രമാണത്തോടുള്ള വിശ്വസ്തത തോന്നിയുള്ളൂ. പ്രമാണം അകത്ത് കിടക്കുന്നവൻ ഏതവസ്ഥയിലും അവനിലുള്ള കൃപ വ്യാപരിപ്പിക്കാൻ നോക്കും. അവരിൽ വ്യാപരിച്ച കൃപ കൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു രാജ്യം അറിഞ്ഞു നമ്മുടെ ദൈവം സർവശക്തനാണെന്ന്. ഒരു ദേശമറിയാൻ, ഒരു രാജ്യമറിയാൻ നിങ്ങൾ ഒരാൾ മതി കേട്ടോ. ഒരുപാട് പേരിലൊന്നും കൃപ പകരണ്ട. നിങ്ങളിൽ പകർന്ന കൃപ ധാരാളം മതി. 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നത് 100 കണക്കിന് ആൾക്കാരല്ല, ഒറ്റ മോശയാ. എന്റെ വൃതനായ മോശ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ ഞാൻ അവരെ സംഹരിച്ചു കളയുമായിരുന്നു.
ആ 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇടിവ് നിൽക്കാൻ ഒരു മോശ മതിയെങ്കിൽ ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ നിങ്ങളെ ആക്കിയ സ്റ്റേറ്റിൽ, ജില്ലയിൽ നിങ്ങൾ പോരെ. നിങ്ങളുടെ ജില്ലയെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ജില്ലയെ നേടുവാനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നു. ആ ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു നിയോഗം നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ മേൽ ദൈവം പകർന്ന കൃപയിൽ നിങ്ങൾ മുൻപോട്ട് നീങ്ങുക. ഇന്നുവരെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത് ചെയ്യാനുള്ള കൃപ നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അത് വേറൊരാളെ നോക്കരുത്, ദൈവം നിങ്ങളിലാണ് പകർന്നത്. നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ ദൈവം അത് മറ്റൊരാളെ ഏൽപ്പിക്കും. ഇന്ന് വിശ്വസിക്കുക, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നു. അതിനുള്ള കൃപ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. അവിടെയുള്ള സാഹചര്യങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര മോശമാണെങ്കിലും അതിനെ അംഗീകരിക്കാനും അതിന് കീഴ്പ്പെട്ട് നിൽക്കാനുമുള്ള കൃപ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. ഇന്ന് സ്വർഗം അത് ഉറപ്പിക്കുക. അതുകൊണ്ട് എനിക്ക് കൃപയില്ലെന്ന് പറയരുത്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയരുത്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, അതിനുള്ള കൃപ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ വിടുന്നതിന് മുന്നമേ തന്നെ അതിനുള്ള കൃപ പകർന്നിട്ടുണ്ട്. ഏത് വ്യക്തിയെ നോക്കിയോ വേദപുസ്തകത്തിൽ, അവരെ പ്രതിസന്ധിയിലാകുന്നതിന് മുന്നമേ അവരെ കൃപയുടെ പുതപ്പിനകത്താക്കിയിട്ടാ ദൈവം അങ്ങോട്ട് വിടുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധിക്കകത്തും നിൽക്കാനുള്ള ഒരു അസാധാരണമായ ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ സ്തോത്രം ചെയ്താട്ടെ. ദൈവം നിങ്ങളെ ശക്തമായി നിർത്തും. ഹല്ലേലൂയ. കൃപ മുകളിൽ നിന്ന് താഴേക്ക് വരും. അപ്പൊ നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ടത് ക്രിസ്തുവിലുള്ള പരിജ്ഞാനമാണ്. പരിജ്ഞാനം നമ്മിൽ നിന്ന് വെളിപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ നമ്മിലൂടെ ദൈവകൃപ വെളിപ്പെടും. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ നീ വെയിറ്റ് ചെയ്യണ്ട, നീ കാര്യവെക്ക, നിന്നെ ഒരു അത്ഭുതമാക്കാൻ ദൈവം ആഗ്രഹിക്കും. ക്രിസ്തു ഉദ്ദേശിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം പക്വത ഉണ്ടാകുക എന്നുള്ളതാണ്. എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ അവിടെ ഞാൻ ചെല്ലും. ഇതാ പക്വത. പ്രൈസ് ഗോഡ്. ആര് നിന്നെ ഗൗനിച്ചില്ലെങ്കിലും നോക്കിയില്ലെങ്കിലും സാരമില്ല, നിന്റെ മേൽ പകർന്ന കൃപ വെളിപ്പെടുമ്പോൾ അംഗീകരിക്കാത്തവരെ കൊണ്ട് ദൈവം അംഗീകരിപ്പിക്കും. പക്വത ഉണ്ടാവണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻഗണന ദൈവത്തിന് കൊടുക്കണമെന്നുള്ളതാണ്. പ്രയോറിറ്റി. എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? നീ ദൈവത്തിന് മുൻഗണന കൊടുത്താൽ നിന്റെ വിഷയത്തിൽ ദൈവവും മുൻഗണന തരും. നിന്റെ പ്രയോറിറ്റി കർത്താവിന് കൊടുത്താൽ നിന്റെ വിഷയത്തിനും തമ്പുരാൻ പ്രയോറിറ്റി വെളിപ്പെടുത്തും. ചാർച്ചക്കാരും ബന്ധുക്കളും ഒക്കെ ഈ സത്യവിശ്വാസത്തിനെതിരെ നിന്നപ്പോൾ സത്യമറിഞ്ഞു മുൻപോട്ട് വരാൻ ദൈവം കൃപ നൽകിയവരാണ് നമ്മൾ. അവരുടെയൊക്കെ മുൻപിൽ ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കണമെങ്കിൽ, പ്രയോറിറ്റി നമുക്ക് തരുന്നു എന്നറിയണമെങ്കിൽ നാം ദൈവത്തിന് മുൻഗണന കൊടുക്കണം. കർത്താവിനെ അനുസരിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിന്റെ കൽപ്പനകളെ പാലിക്കാൻ, കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ നീ പ്രയോറിറ്റി കൊടുത്താൽ നിന്റെ വിഷയത്തിൽ തമ്പുരാൻ ഇടപെടും. ലോകത്തിലെ ഇമ്പങ്ങളും മോഹങ്ങളും ഒക്കെയാണ് പ്രയോറിറ്റി എങ്കിൽ നാം നിശ്ചയമായും വേദനപ്പെടേണ്ടി വരും. ക്രിസ്തുവിൽ രസിക്കുകയും ക്രിസ്തുവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവന്റെ പരിജ്ഞാനത്തിൽ മുൻഗണന നമുക്കുണ്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി ഉണ്ടാവട്ടെ. മറ്റുള്ളവർ കാണുന്നത് പോലെ കാര്യങ്ങളെ കാണരുത്, ക്രിസ്തു കാണുന്നത് പോലെ കാണും. കർത്താവ് ഒരു കാര്യം എങ്ങനെ കാണുന്നു അതുപോലെ വേണം കാണാൻ. കർത്താവിന്റെ അടുക്ക കല്ലെറിയാനായിട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്നു. അവരോർത്തു കർത്താവ് പറയുന്ന കാര്യത്തിൽ കർത്താവിനെ കുറ്റപ്പെടുത്താന്ന് ഓർത്താ വന്നു. എന്നാ കർത്താവ് മറുപടി പറഞ്ഞ്? വളരെ പക്വമായ മറുപടി അല്ലേ കർത്താവ് പറഞ്ഞ്? നിങ്ങളില്ലെങ്കിൽ ഇവൾ പാപം ചെയ്യില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ അടുക്ക പോകാത്ത ആരെങ്കിലും ഉണ്ടേ അവരാദ്യം എറിയാനാ പറഞ്ഞതിന്റെ അർത്ഥം. ആരും എറിഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവരെ കുറ്റം വിധിക്കാനായി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി എന്താ? നമ്മുടെ അടുക്കൽ അവര് വന്നാൽ നമ്മുടെ മനോഭാവം എന്നായിരിക്കും? മോശമായി നടന്നൊരു സ്ത്രീ നമ്മുടെ ആരാധനയ്ക്ക് വന്നാൽ നമ്മൾ അവരോടുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കും? അവരുടെ അനവധിയായ പാപങ്ങളെ ക്ഷമിച്ച് അവരെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവിന്റെ കണ്ണുകളിലൂടെ അവരെ കാണാൻ പറ്റുമോ?
ലോകം മുഴുവൻ ഒരാളെ തള്ളിക്കളയുമ്പോൾ അവരുടെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല, അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന കർത്താവ് കാണുന്നത് പോലെ കാര്യങ്ങളെ കാണും. ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തുക. നമ്മൾ ആരാണെന്ന് അറിയണം. ഇന്ന് ആത്മീയ ഗോളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആരാന്ന് നമുക്കറിയത്തില്ല. ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന ഒരു ദൈവദാസൻ പാസ്റ്റർ പി ഡി ജോൺസൺ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: മറ്റുള്ളവർ എന്നെ ഉയർത്തുമ്പോൾ ഉയരാതിരിക്കാനും മറ്റുള്ളവർ എന്നെ താഴ്ത്തുമ്പോൾ താഴാതിരിക്കാനുമുള്ള കൃപ എനിക്ക് തരണേ. യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കിന് ജനം ഇവനെ രാജാവാക്കിയേക്കാന്ന് പറഞ്ഞു. കർത്താവ് അതിന്റെ ഇടയിലൂടെ ഊളിയിട്ടങ്ങ് പോയി. നിന്നെ ഉയർത്തുന്നവർ നാളെ നിന്നെ ക്രൂശിക്കാൻ പറയും. ആരുയർത്തിയാലും താഴ്ത്തിയാലും ഞാൻ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ക്രിസ്തുവിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കുമ്പോൾ, അത് ഒഴുകി വരുമ്പോൾ നമ്മിലുള്ള പരിജ്ഞാനം വെളിപ്പെടും. ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായ സകലത്തെയും ഇടിച്ചു കളഞ്ഞ് പരിശുദ്ധാത്മ ശക്തിയോടെ നിയോഗത്തോടെ ദൈവത്തിന്റെ കൃപകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസിമാരാണ്. ഓരോരുത്തരുടെയും കൃപയിൽ വ്യത്യാസമുണ്ട്, വിളിയിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്, അഭിഷേകത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അവരവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അവരവർ വിശ്വസ്തരാണെങ്കിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന ഒരു ദിനം നമുക്കുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും വേദനയേറിയ അനുഭവങ്ങളുടെ നടുവിൽ നിങ്ങളെ സഹായിക്കാൻ ലോകത്തിൽ ആർക്കും പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. അതിനുള്ളൊരു കൃപ നിങ്ങളുടെ മേൽ പകർന്നിട്ടാണ് നിങ്ങളെ ആ കഷ്ടത്തിലൂടെ ദൈവം വിട്ടത്. ഇന്ന് പകൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ കൃപ എന്നിൽ വർദ്ധിച്ചതുപോലെ എന്നിലുള്ള പരിജ്ഞാനം വർദ്ധിക്കണം. ഒരു സാധാരണ സ്ത്രീയായി, ആർക്കും അറിയപ്പെടാത്തവളായി, ആർക്കും വേണ്ടാത്തവളായി തീരുകയല്ല, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞ് ഒരു സ്ത്രീരത്നമായി തലമുറകളെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുന്ന, ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി ചിലതിനെ നേടിയെടുക്കുന്ന അനുഗ്രഹീതരായ മാതാക്കളായി നമുക്ക് മാറാം. ഒരുപക്ഷെ നിങ്ങൾ അറിയാത്തത് ചിലത് നിങ്ങളുടെ തലമുറയെ കൊണ്ട് ചെയ്യിക്കാനായിരിക്കും നിങ്ങളെ ആ കൃപയ്ക്കകത്തോട്ട് കയറ്റിവിട്ടത്. പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ച് സമയം കളയാതെ ഇതിനകത്തൂടെ ദൈവം എനിക്ക് എന്തോ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു, എന്തോ എന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ആ വെളിപ്പാടിന്റെ അകത്തേക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഉന്നതമായ ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് നമ്മെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റൂ. സാധാരണക്കാരെ പോലെ എപ്പോഴും ഭൂമിയിലേക്ക് മാത്രം നോക്കി ഇവിടെ ഉള്ളതിന് വേണ്ടി മാത്രം നിലവിളിക്കുകയല്ല, സ്വർഗം ഉദ്ദേശിക്കുന്ന വലിയ ദൗത്യത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മിൽ പകർന്ന കൃപയുടെ വലിപ്പം, അതിനനുസരിച്ചൊരു ദൈവിക പരിജ്ഞാനം എന്നിൽ വെളിപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു പരാജയമാണെന്ന് സമ്മതിക്കണം. ചില കല്ലുകൾ പെറുക്കി വെച്ച് തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് നമ്മിലൂടെ വെളിപ്പെടാതിരിക്കുന്ന ദൈവിക പദ്ധതിക്ക് വേണ്ടി നമുക്കൊന്ന് സമർപ്പിക്കാം. നിങ്ങളെ ഒരാളെ കണ്ടുകൊണ്ട് ദൈവം ഒരു കൂട്ടം ജനത്തെ കാണുന്നുണ്ടെന്ന് മറക്കരുത്. അവരെ നേടാനുള്ള ഒരു അഭിഷേകമാണ് ദൈവം നിങ്ങളുടെ മേൽ പകർന്നത്. ആ ദൈവകൃപയുടെ ആഴം വെളിപ്പെടുവാൻ അവസരങ്ങൾ തരേണ്ടത് മനുഷ്യരല്ല, ദൈവമാണ്. ദൈവം നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം എവിടെ വെളിപ്പെടണമോ അതിനുവേണ്ടി ദൈവം ചിലരെ ഉപയോഗിക്കും. നമ്മൾ അതിനുവേണ്ടി ഓടണ്ട, അധ്വാനിക്കണ്ട. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ലഭിച്ച ദൈവകൃപയുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ ദൈവം ഒരുക്കും. അതുകൊണ്ട് കൃപയുടെ ഒരു പുതപ്പ് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവകരങ്ങളിലൊന്ന് സമർപ്പിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ മേൽ പകർന്ന ദൈവകൃപയുടെ വ്യാപാരം ഈ ദിനങ്ങളെ തിരിച്ചറിയത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ, അത്യന്തമായ ദൈവകൃപയോടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനുള്ള ഒരു അസാധാരണ അഭിഷേകം മുഴുവൻ പേരുടെ മേലും ഈ പകൽ പകരുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചനുഗ്രഹിക്കും. നിന്റെ കൃപ ഞങ്ങളിൽ പകരപ്പെടുമ്പോൾ ഞങ്ങളിൽ നിന്നൊരു പരിജ്ഞാനം വെളിപ്പെടുവാൻ കൃപ ചെയ്യണമേ. നിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.